നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന റെസിപ്പീസ് ഒക്കെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു മീൻകറി ഉണ്ടാക്കിയാലോ? മാങ്ങ ഇട്ടിട്ടാണ് ഞാൻ മീൻകറി ഉണ്ടാക്കുന്നത്. മാങ്ങ ഇട്ടിട്ട് പിന്നെ തേങ്ങയൊന്നും ചേർക്കാതെ തന്നെ നല്ല കൊട്ടിയുള്ള ചാറോട് കൂടിയിട്ടുള്ള മീൻകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മീൻകറി ഉണ്ടാക്കുന്നതിനായി ഞാനൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചെറുതായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. ചെറിയ ഉള്ളി ഒരു 10-15 എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വഴറ്റാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർക്കാം. ഇത് ചേർത്തതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കണം. ഒരു ചെറിയ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവനുസരിച്ചിട്ട് എണ്ണയൊക്കെ മാറ്റം വരുത്താം. എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒന്നുകൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കണം. 2-3 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. പൊടികൾ ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ സമയത്ത് ചെയ്യാനായിട്ട്. പൊടികൾ ചേർത്താൽ ഒരിക്കലും ഹൈ ഫ്ലെയിമിലിടരുത്, പൊടികളൊക്കെ കരിഞ്ഞു പോകും. ഇതിലേക്ക് 1 കപ്പ് ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു മാങ്ങ ആണ് എടുത്തിട്ടുള്ളത്. ഒരു പച്ചമാങ്ങ, നല്ല പുളിയുള്ള മാങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറി ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇത് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷാണ്. ഇത് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഈ മീൻ ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീൻ വേണമെങ്കിലും ഈ കറിക്ക് ഉപയോഗിക്കാം. ഇത് ഓരോ മീനായിട്ട് നമുക്ക് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പാത്രം മൂടി വെച്ചൊരു 15 മിനിറ്റ് വേവിക്കണം. 15 മിനിറ്റിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഈ സമയത്ത് ഒന്ന് കൈ കൊണ്ട് ചുറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇനി നമുക്കിത് തുറന്നു വെച്ചിട്ട് കറി കുറുകുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. കറി നന്നായിട്ട് കുറുകി വരണം. ഇതിൽ വെള്ളമൊക്കെ വറ്റി നല്ല കുറുകി ചാറാവുന്ന വരെ വേവിക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് 1/4 ടേബിൾ സ്പൂൺ ഉലുവ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകിയ ചാറാണ്. ഇതിന് തേങ്ങാപ്പാലൊന്നും ചേർക്കാതെ തന്നെ നല്ല കുറുകിയ മീൻകറി നമുക്ക് കിട്ടും. നല്ല ചൂടുള്ള ചോറിൻ്റെ ഒക്കെ കൂടെ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് ഈ മീൻകറി. നല്ല മാങ്ങ ചേർത്തത് നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് തന്നെ കറിക്ക് നല്ല ആവശ്യത്തിനുള്ള പുളിയും ഉണ്ട്. നല്ല എരിവൊക്കെയുള്ള നല്ലൊരു ടേസ്റ്റി കറിയാണ്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണം കേട്ടോ. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്